ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. തെറ്റിദ്ധരിപ്പിക്കുന്ന തംബ്നെയിലും തലക്കെട്ടുകളും നൽകുന്നതിനെതിരെ കർശന നടപടിയുമായി യൂട്യൂബ്. ഉപഭോക്താക്കൾ പറ്റിക്കപ്പെടുന്നത് തടയാനാണ് ഇന്ത്യയിലെ യൂട്യൂബിന്റെ നടപടി. ക്രിയേറ്റർമാർ വീഡിയോയിൽ അധികം പ്രാധാന്യമില്ലാത്ത വിവരങ്ങൾ ഇനി തംബ്നെയിലായോ തലക്കെട്ടായോ ഉപയോഗിച്ചാൽ നടപടി നേരിടേണ്ടി വരും. ഇത്തരത്തിലുള്ള വീഡിയോകൾ നീക്കം ചെയ്യുമെന്നാണ് യൂട്യൂബിന്റെ മുന്നറിയിപ്പ്. യൂട്യൂബ് ചാനലിൽ വീഡിയോകൾ കാണാൻ ആഗ്രഹിച്ചു വരുന്നവർക്ക് അതേ ഉള്ളടക്കം തന്നെ ലഭ്യമാകുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും യൂട്യൂബ് പറയുന്നു. വാർത്താ ചാനലുകളുടേതുൾപ്പെടെ ബ്രേക്കിംഗ് ന്യൂസും സമകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ യൂട്യൂബ് വീഡിയോകളും ഈ സ്കാനറിന് കീഴിൽ വരുമെന്നും യൂട്യൂബ് അറിയിച്ചു. പുതിയ നയമാറ്റവുമായി പൊരുത്തപ്പെടാനുള്ള സമയം ഉപയോക്താക്കൾക്ക് യൂട്യൂബ് അനുവദിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ചട്ടം ലംഘിക്കുന്നവർക്കെതിരെ നടപടി ഉണ്ടാകില്ലെങ്കിലും പിന്നീട് ചാനലിനെതിരെ സ്ട്രൈക്ക് ഉണ്ടാകും. യൂട്യൂബിനെ വിശ്വാസയോഗ്യമായ പ്ലാറ്റ്ഫോമാക്കി നിലനിർത്താനുള്ള നടപടികളുടെ ഭാഗമായാണ് തീരുമാനം. വ്യാജ തലക്കെട്ടുകൾ നൽകി പ്രചരിക്കുന്ന വാർത്തകളും വിവരങ്ങളും സമൂഹത്തിലുണ്ടാക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതം തടയാനും യൂട്യൂബിന്റെ ഈ നടപടി സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. BSNL വിദേശ വെണ്ടർമാരിൽ നിന്ന് സഹായം തേടണമെന്ന് പാർലമെന്ററി പാനൽ. തദ്ദേശീയ സാങ്കേതിക വിദ്യ വികാസം പ്രാപിക്കുന്നതുവരെയെങ്കിലും വിദേശ സഹായം സ്വീകരിക്കണമെന്നാണ് ശുപാർശ. നിലവിൽ BSNL 4G വ്യാപനം കാര്യമായി നടത്തിവരികയാണ്. സാങ്കേതികവിദ്യ പരീക്ഷിക്കാനും തെളിയിക്കാനും സമയമെടുക്കുന്നുവെന്നതാണ് നിലവിൽ BSNL 4G വ്യാപനം നേരിടുന്ന പ്രധാന തടസ്സങ്ങളിലൊന്ന്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പാർലമെന്ററി പാനലിന്റെ നിർദ്ദേശം എത്തിയിരിക്കുന്നത്. BSNL ഇന്ത്യയിലുടനീളം ഇതിനകം 62,000-ലധികം 4G സൈറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്തുവെന്ന് കഴിഞ്ഞ ആഴ്ച പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. തദ്ദേശീയമായി വികസിപ്പിച്ച 1,00,000 സൈറ്റുകളിൽ 4G എത്തിക്കാനാണ് BSNL ലക്ഷ്യമിട്ടിരുന്നത്. ആഗോളതലത്തിൽ മൊബൈൽ നെറ്റ്വർക്കുകൾ പുറത്തിറക്കുന്നതിന് സ്വന്തമായി സാങ്കേതിക ശേഖരമുള്ള 5ാമത് രാജ്യമായി മാറാനാണ് ഇന്ത്യയുടെ ശ്രമം. TCSന്റെ നേതൃത്വത്തിൽ തേജസ് നെറ്റ്വർക്സും C.ഉം ഉൾപ്പെടുന്ന കൺസോർഷ്യമാണ് BSNL 4G വ്യാപനത്തിന്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. BSNL 4G വ്യാപനത്തിന് ഫണ്ട് അനുവദിക്കുമ്പോൾ തദ്ദേശീയമായ സാങ്കേതികവിദ്യ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ഇത് 4G വ്യാപനം വൈകുന്നതിൽ ഒരു പ്രധാന കാരണമായി. തദ്ദേശീയമായ 4G ടെക്നോളജി വിന്യസിക്കുന്നത് തുടരുകയും ഒപ്പം വിദേശ കമ്പനികളുടെ ടെക്നോളജിയും ഉപയോഗപ്പെടുത്തുക എന്ന നയമാണ് ഇപ്പോൾ പാർലമെന്ററി സമിതി മുന്നോട്ട് വെച്ച നിർദ്ദേശം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UPI തട്ടിപ്പ് തടയാൻ പുതിയ സുരക്ഷാ സംവിധാനവുമായി ഫിൻടെക് കമ്പനിയായ ഭാരത് പേ ആപ്പ്. ഷീൽഡ് പ്രൊട്ടക്ട് എന്ന ഫീച്ചറാണ് ഭാരത് പേ പുതിയതായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ UPI തട്ടിപ്പുകൾ വ്യാപകമായ പശ്ചാത്തലത്തിലാണ് ഷീൽഡ് എന്ന സുരക്ഷാ സംവിധാനം ഭാരത് പേ അവതരിപ്പിച്ചിരിക്കുന്നത്. തട്ടിപ്പുകളിൽ നിന്ന് രക്ഷ നേടാൻ ഉപഭോക്താക്കൾക്ക് ഫീച്ചർ അനായാസം ഭാരത് പേയിൽ എനാബിൾ ചെയ്യാം. എന്നാൽ ആദ്യ 1 മാസത്തിനു ശേഷം ഈ സേവനം ഉപയോഗിക്കണമെങ്കിൽ ഉപയോക്താക്കൾ മാസം തോറും 19 രൂപ നൽകേണ്ടതുണ്ട്. ഭാരത് പേയുടെ iOS, ആൻഡ്രോയിഡ് ആപ്പുകളിൽ സേവനം ലഭ്യമാണ്. ആപ്പിന്റെ ഹോം പേജിലുള്ള ബാനറിൽ ക്ലിക്ക് ചെയ്ത് ഫീച്ചർ ആക്റ്റീവ് ആക്കാം. ആപ്പ് ആദ്യമായി ഉപയോഗിക്കുന്നവർ ഒരു ട്രാൻസാക്ഷനെങ്കിലും നടത്തിയാൽ മാത്രമേ ഫീച്ചർ ആക്റ്റീവ് ആകുകയുള്ളൂ. ഭാരത് പേ യൂസർമാർ തട്ടിപ്പിൽപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ അത് റിപ്പോർട്ട് ചെയ്യാനും സംവിധാനമുണ്ട്. വൺ അസിസ്റ്റുമായി സഹകരിച്ചാണ് ഭാരത് പേ ഈ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഉപഭോക്താക്കൾക്ക് പുതുവത്സര സമ്മാനവുമായി വാട്സാപ്പ്. ടെക്സ്റ്റിംഗ്, കോളിംഗ് എന്നിവ മെച്ചപ്പെടുത്താനുള്ള പുതിയ ഫീച്ചറാണ് 2025 തുടക്കത്തിൽ ഉപഭോക്താക്കളെ തേടിയെത്തുക. മെസ്സേജുകളും കോളുകളും മെച്ചപ്പെടുത്താനുള്ള ഫീച്ചറിന് പുറമെ പുതുവർഷാശംസകൾ നേരാനുള്ള സ്റ്റിക്കറുകളും ഇമോജികളും ഉൾപ്പെടുത്തിയാകും വാട്സാപ്പിന്റെ പുതിയ മാറ്റം. പുതുവർഷത്തിൽ ന്യൂ ഇയർ തീമോടെ വീഡിയോ കോളുകൾ വിളിക്കാനാകുമെന്നതാണ് ഒരു സവിശേഷത. ഫെസ്റ്റിവൽ വൈബുകൾ സമ്മാനിക്കുന്ന പുതിയ ആനിമേഷനുകളും സ്റ്റിക്കറുകളും ഒപ്പമുണ്ടാകും. പുതുവത്സരത്തിനു പുറമെ മറ്റ് ഉത്സവ ദിനങ്ങളിലും ഇത്തരം ഫെസ്റ്റിവൽ ബാക്ക്ഗ്രൗണ്ടുകളും ഫിൽറ്ററുകളും ഇഫക്റ്റുകളും വാട്സാപ്പിൽ ലഭ്യമാകും. വരുന്ന ന്യൂ ഇയറിന് പ്രത്യേക സ്റ്റിക്കറുകൾ വാട്സാപ്പിലേക്കെത്തും. ഇതിനൊപ്പം ന്യൂ ഇയർ അവതാർ സ്റ്റിക്കറുകളും ഉണ്ടാകും. പുതിയ ആനിമേറ്റഡ് റിയാക്ഷനുകളും ഫെസ്റ്റിവലുകളുമായി ബന്ധപ്പെട്ട വാട്സാപ്പിൽ പ്രത്യക്ഷപ്പെടും. ഇത്തരത്തിലുള്ള പാർട്ടി ഇമോജികൾ ആരെങ്കിലും ഉപയോഗിച്ചാൽ അയക്കുന്നയാളുടെയും ലഭിക്കുന്നയാളുടെയും വാട്സാപ്പിൽ ആ വിശേഷ ദിനവുമായി ബന്ധപ്പെട്ട അനിമേഷൻ പ്രത്യക്ഷപ്പെടും. ഫെസ്റ്റിവൽ ആശംസകൾ മറ്റൊരാൾക്ക് ആകർഷകമായി കൈമാറാൻ പുതിയ ഫീച്ചറുകൾ സഹായിക്കുമെന്നാണ് വാട്സാപ്പിന്റെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഹോണ്ട കാറുകളുടെ വില വർദ്ധിക്കും. ജനുവരി മുതൽ 2% വരെയാണ് വില വർധന.
വർദ്ധിച്ചുവരുന്ന ഇൻപുട്ട് ലോജിസ്റ്റിക് ചെലവുകൾ ഭാഗികമായി നികത്തുന്നതിനായാണ് ജനുവരി മുതൽ വില വർദ്ധിപ്പിക്കുന്നതെന്ന് ഹോണ്ട കാർസ് ഇന്ത്യ അറിയിച്ചു. അമേസ്, സിറ്റി, എലവേറ്റ് തുടങ്ങിയ മോഡലുകളാണ് കമ്പനി ആഭ്യന്തര വിപണിയിൽ വിൽക്കുന്നത്. ജനുവരി ആദ്യം മുതൽ തങ്ങളുടെ മോഡലുകളുടെ വില 2% വരെ വർദ്ധിപ്പിക്കുമെന്ന് ഹോണ്ട കാർസ് ഇന്ത്യയുടെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് വിഭാഗം വൈസ് പ്രസിഡന്റ് കുനാൽ ബെൽ പറഞ്ഞു. ഈ വർഷം വില വർധന ഉൾക്കൊള്ളാൻ കമ്പനി ശക്തമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും ഉപഭോക്താക്കൾ കുറഞ്ഞ സ്വാധീനം ഉറപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടുത്തിടെ പുറത്തിറക്കിയ അമേസിന്റെ വില അടുത്ത മാസം പകുതിയോടെ പരിഷ്കരിക്കും. മാരുതി സുസുക്കി, ഹുണ്ടായ്, ടാറ്റ മോട്ടോഴ്സ് എന്നിവയുൾപ്പെടെ വിവിധ കാർ നിർമ്മാതാക്കൾ ജനുവരി മുതൽ വില വർധനവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.